സൗഹൃദത്തിനും സൽക്കലകൾക്കും അന്നദാനത്തിനും സർവമ പ്രാർത്ഥനയ്ക്കും മുൻതൂക്കം നൽകുന്ന സ്വതന്ത്ര പത്രവർത്തക സംഘടനയാണ് IJA കൊല്ലം. IJA Kollam is an independent journalistic organization that prioritizes patriotism, international friendship, good arts, food distribution, and interfaith prayer. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മാവൻ റോഡി കൊമോയൻസ് കാവനാട്ടുള്ള എൻ്റെ വീട്ടിൽ വന്ന് ഒരു ഹാർമോണിയം വാടകയ്ക്ക് എടുക്കണമെന്നും അദ്ദേഹം പാടുമ്പോൾ അത് വായിക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ശൈലിയിൽ പാടി. ഹാർമോണിയത്തിൽ എനിക്ക് ഗുരുവില്ലാത്തതിനാൽ ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ അത് വായിച്ചു. 3-4 വരികൾ മാത്രമേ ഓർമ്മയുള്ളൂ. അതുകൊണ്ട് നിൻ തിരുരക്തം എന്നും യേശുവേ എന്നും കൂടി ചേർത്ത് ഞാനിവിടെ ഗാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം എൻ്റെ സ്വന്തം സ്വാഭാവിക രീതിയിൽ പാടാൻ ശ്രമിക്കുകയാണ്. നിൻ തിരുരക്തം നിൻ തിരുരക്തമായി തുള്ളി അതൊന്നു മാത്രം എൻ മാറിലിട്ടു വീണാൽ എത്രയോ ധന്യനാം ഞാൻ യേശുവേ, എത്രയോ ധന്യനാം ഞാൻ. മസാല റൊട്ടി ചമ്മന്തി ഞാൻ ഈ നാടൻ അരകല്ലിൽ അരച്ച് തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ചില സാധനങ്ങൾ: മസാല റൊട്ടി, നെല്ലിക്ക, ഞവരയില, തുളസിയില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയവ. क्या पेड़ मिट्टी पर भारी होता है? क्या पेड़ अपने पत्तों पर भारी होता है? क्या बेल अपने फलों पर भारी होती है? क्या प्रसव पीड़ा से जन्मा बच्चा अपनी माँ के लिए बोझ होता है? மண்ணுக்கு மரம் பாரமா, மரத்துக்கு இலை பாரமா, கொடிக்கு காய் பாரமா, பெற்றெடுத்த குழந்தை தாய்க்கு பாரமா, பெற்றெடுத்த குழந்தை தாய்க்கு பாரமா. Refresh me with your tight embraces and love kisses, and let me
JJ കൊല്ലത്തിന് എൻ്റെയും ലണ്ടൻ മലയാളീസ് അസോസിയേഷൻ്റെയും 2K23 ഓണാശംസകൾ നേരുന്നു. എന്നോടൊപ്പം ചേരുന്നു ബിനോയ്, റബിയോളം, പിന്നെ സൽമാൻ. ഹാപ്പി ഓണം. വരൂ വിഷ്ണു, വരൂ. ഹാപ്പി ഓണം. ഓക്കെ, ഇനി ഞങ്ങളുടെ ക്യാമറാമാൻ വരുന്നു, സഫീർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഡോക്ടർ കാവനാട് ഏജീസിൻ്റെ എന്നും ജീവിക്കുന്ന സത്യസംഭവങ്ങൾ എന്ന ജീവിതചരിത്ര പുസ്തകത്തിൽ ഉൾപ്പെടുത്താനായി ഞാൻ കൊടുത്ത ആർട്ടിക്കിളിൽ നിന്നും ചില വരികൾ ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നു. ഞാൻ കണ്ട ഡോക്ടർ കാവനാട് AGS, ബഹുമാനപ്പെട്ട ഡോക്ടർ ആൻ്റണി ജോർജ് സ്റ്റാർലിംഗ് എന്ന വ്യക്തി ഉത്തമനായ വ്യക്തിത്വമുള്ള ഒരു ഉന്നത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെതായ അടിയുറച്ച ചില വിശ്വാസങ്ങളും പ്രിയതമങ്ങളായ ചില ആദർശങ്ങളുമുണ്ട്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കർളുറപ്പോട് ജീവിക്കുന്നു. വളരെയേറെ അറിവിൻ്റെ, തിരിച്ചറിവിൻ്റെ, വിവേകമുള്ള മനസ്സും ആകർഷണമായ ലോക അനുഭവ പരിജ്ഞാനവുമുള്ള ഒരു മനുഷ്യസ്നേഹിയുമാണ് അദ്ദേഹം. ഞാനും അദ്ദേഹവും തമ്മിൽ 22 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കണ്ടു പരിചയപ്പെടുന്നത് അമ്പാടി ഓഡിറ്റോറിയത്തിൽ, കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അമ്പാടി കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ വെച്ചാണ്. ആദ്യമായി കണ്ടപ്പോൾ പ്രഥമ ദർശനത്തിൽ തന്നെ വിനയത്താൽ ഞങ്ങൾ പരസ്പരം കൃഷ്ണമണിയിൽ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയും ചിന്താശക്തിയും ഹൃദയസ്പർശിയായ വാക്കുകളും ഞാൻ ആകർഷണമായ പൂർണ്ണശ്രദ്ധയോടെ ശ്രദ്ധിച്ചു. അന്നു മുതൽ ഇന്നുവരെയും പരിപാവനമായ സുഹൃത്ത് സ്നേഹബന്ധത്തെ പരിശുദ്ധമായി ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു. ഹോമിയോപ്പതിക് ചികിത്സാശാസ്ത്രത്തിൽ ഉന്നത പാണ്ഡിത്യം നേടിയ ഡോക്ടർ കാവനാട് AGS വിലപ്പെട്ട മനുഷ്യ സമൂഹ ജീവിതത്തിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന സ്വന്തം മാതാപിതാക്കളെ കാണപ്പെട്ട ദൈവമായി കണ്ട അനുസരണയുള്ള മകനും, സമർത്ഥരായ മാതാപിതാക്കളുടെ ശ്രേഷ്ഠനായ പുത്രനും, ആദർശശാലിയും തികഞ്ഞ ദൈവവിശ്വാസിയും മികച്ച കലാകാരനും, ജേർണലിസ്റ്റും, സാംസ്കാരിക നായകനും, ലോകസമാധാന, ലോകരാഷ്ട്ര, മനുഷ്യാവകാശ സംരക്ഷണ സംഘടന ബോധനശക്തിയിൽ അന്തകനല്ലാത്ത ചിന്തകനും, ധീര ദേശാഭിമാനിയും, ബഹുമുഖ പ്രതിഭയുമാണ്. കൊല്ലം പട്ടണത്തിൽ വെച്ച് നടക്കുന്ന ഏത് സാംസ്കാരിക സമ്മേളനങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യമുണ്ട്. ഡോക്ടർ കാവനാട് AGS സമസൃഷ്ടികളെ തിരിച്ചറിയുന്നവനും, സ്നേഹധനനും, സേവന തൽപരനും, ധീരപതികനും, സത്യസന്ധനുമാണെന്ന് ഞാൻ മനനം ചെയ്ത് മനസ്സിലാക്കി കനത്ത നിശബ്ദതയിൽ ഉറക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിനും ആയുരാരോഗ്യ സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ GK കുഞ്ചാണ്ടിച്ചൻ, നാച്ചുറോപ്പതിക് ഫിസിഷ്യൻ ആൻഡ് നാഷണാലിറ്റി പൊളിറ്റീഷ്യൻ. വളരെ വളരെ നന്ദി ബഹുമാനപ്പെട്ട ഡോക്ടർ GK കുഞ്ചാണ്ടിച്ചൻ കല്ലുമൂട്ടിൽ. അനവധി ജന്മങ്ങൾ എടുത്തു ഞാൻ അനശ്വരനാകും, അതിനാൽ ഞാൻ മരിച്ചുപോയി എന്നാരും പറയ